കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന 9ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ 9ാമത്തെ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ 9ാമത്തെ പ്രോബ്ലം പ്രകാരം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ടീഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് എന്നുള്ളത് അവരങ്ങനെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 19 ഡിഗ്രി ആണെങ്കിൽ ബി എന്ന് പറയുകയാണെങ്കിൽ 90 ഡിഗ്രി മൈനസ് എ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ, ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കതങ്ങനെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. റൂട്ട് ഓഫ് ടാൻ എ ടാൻ ബി പ്ലസ് ടാൻ എ കോട്ട് ബി ഡിവൈഡഡ് ബൈ സിക് എ സിക് ബി സൈൻ എ മൈനസ് സൈൻ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. ഇതല്ലേ നമ്മുടെ കണ്ടീഷൻ. റൂട്ട് ഓഫ് ടാൻ എ ടാൻ ബി പ്ലസ് ടാൻ എ കോട്ട് ബി ഹോൾ ഡിവൈഡ് ബൈ സൈൻ എ സൈൻ ബി മൈനസ് സൈൻ സ്ക്വയർ ബി ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. കാരണം ബി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും 90 മൈനസ് എ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും, ടാൻ ബി എന്ന് പറയുമ്പോൾ ടാൻ 90 ഡിഗ്രി മൈനസ് എ പ്ലസ് ടാൻ എ കോട്ട് ബി എന്ന് പറയുമ്പോൾ കോട്ട് 90 ഡിഗ്രി മൈനസ് എ ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് വരിക, സൈൻ എ സെക്കിന് കൊസീക്ക് സെക്ക് നമുക്ക് എന്താക്കാൻ പറ്റുമ്പോൾ സെക്ക് 90 ഡിഗ്രി മൈനസ് എ എന്ന് നമുക്കിവിടെ എഴുതാം. മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 90 മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എ എന്നുള്ള സാധനങ്ങൾ മുഴുവനും നമ്മളിപ്പോൾ എന്താക്കി മാറ്റിയേക്കാണ്, ഇൻ ടേംസ് ഓഫ് ബി എന്നുള്ള ടേംസ് മുഴുവനും ഇൻ ടേംസ് ഓഫ് എയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയേക്കാണ്. ഇനി ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തായാലും മാറുകയാണ് ചെയ്യുക. ടാൻ എ കോട്ട് എ പ്ലസ് ടാൻ എ all divided by sin a cosec a minus cos square a divided by cos square a എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സിമിലർലി ഇവിടെ ടാനെ കോട്ടെ ടാനെ എടുക്കുന്നുണ്ട്, ഇവിടെ സൈനെ കൊസീക്ക് എയും എടുക്കുന്നുണ്ട്. കിട്ടിയില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് നമുക്കതിനെ എഴുതാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എ. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ടാൻ എ എന്നുള്ളതായിരിക്കും ആൻസറായിട്ട് വരിക. കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.